ഉത്തര കേരളത്തിൽ പൂരോത്സവം എന്നതാണ് ഏറ്റവും വലിയ പൂരം. കാമദേവ പൂജയുമായി ബന്ധപ്പെട്ട് ഐതിഹ്യങ്ങൾ പറയുമ്പോഴും പ്രകൃതിയുമായി ഇണങ്ങി നിന്ന പഴമയുടെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ പൂരോത്സവവും എന്നത്. രണ്ട് വസന്തകാലങ്ങളെ ഓർമ്മപ്പെടുത്തി വേനൽക്കാലങ്ങളിൽ പൂത്തെളിയുന്ന പൂരപ്പൂക്കളായ പുല്ലാഞ്ഞിവള്ളിയുടെ ജടപ്പൂക്കളും എരിക്കിൻ പൂവും ചെമ്പകവും മുരിക്കിൻ പൂവും എന്നിവയുടെ പുഷ്പകാലങ്ങളാണ് ഓരോ പൂരോത്സവ നാളുകളിലും. മാടായിപ്പാറയുടെ കുന്നിൻ ചെരുവുകളിലാണ് പുല്ലാഞ്ഞിവള്ളികളും അതിനു മുകളിൽ കാണുന്ന ജടപ്പൂക്കളും സമൃദ്ധിയായി പൂരക്കാലത്തിൻ്റെ ഗൃഹാതുരത്വത്തിൻ്റെ ഓർമ്മകളുമായി പൂത്തു നിൽക്കുന്നത്. കാമദേവ വിഗ്രഹങ്ങൾ ഒന്നുമില്ലെങ്കിലും പൂരപ്പൂക്കളും ചെമ്പകവും ചാണകമെഴുകിയ കിണർക്കരയിൽ നിലവിളക്കും തെളിയിച്ച് വെള്ളവും നൽകി 3 തവണ കന്യകമാരായ കുട്ടികൾ പ്രാർത്ഥന ചെയ്യുകയാണ് സൂര്യന് അഭിമുഖമായി നിന്നുകൊണ്ട്. 8 ദിവസങ്ങളിലായി തുടരുന്ന ചടങ്ങിന് ശേഷം കാമനാർമകവും കഴിഞ്ഞ് പൂരം നാളിൽ പൂര അടയും നിലവിളക്കും പുത്തനെടുപ്പുമായി പ്ലാവിൻ മരത്തിൻ്റെ ചുവട്ടിലേക്ക് സന്തോഷത്തോടെ കാമദേവനെ തിരിച്ചയക്കുന്നതോടെ പൂരച്ചടങ്ങുകൾക്ക് സമാപനമാകും. നേരത്തെ കാലത്തെ വരണേ കാമ എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ തവണ പൂരത്തിന് കാമദേവന് പറഞ്ഞയച്ചത്. എന്നാൽ ഇക്കുറി വൈകിയാണ് പൂരോത്സവം വന്നെത്തുന്നത്. വൈകി വിരുന്നെത്തുന്ന പൂരോത്സവത്തിന് വിരുന്നൊരുക്കാൻ പൂരപ്പൂക്കളും അണിഞ്ഞൊരുങ്ങി. ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളിൽ പൂരം എന്നത് പ്രകൃതിയുടെ കനിവിൻ്റെ പൂക്കാലങ്ങളാണ്. പുതിയ കാലത്തിൽ മറന്നുപോയതും ഇത്തരം കനിവുകൾ തന്നെയാണ്. പ്രകൃതിക്ക് മേൽ മനുഷ്യൻ നടത്തുന്ന കടന്നുകയറ്റങ്ങൾ കാത്തുവെക്കണം പ്രകൃതിയെ നമുക്കായി നാളേക്കായി. മാടായിപ്പാറയിൽ നിന്നും പൂരപ്പൂക്കളോടൊപ്പം വർത്തമാന ന്യൂസിന് വേണ്ടി രാജേഷ് രപുരം.